ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനൊരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ ഒരു കുഞ്ഞ് നോട്ട്ബുക്ക്, ചെറിയൊരു നോട്ട്ബുക്കാണ് അത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ 2 ഇതാണ് ഐ ഹോസ്പിറ്റലിൻ്റെയും ഡെൻ്റൽ ഇതിൻ്റെ ഒരു അവിടുത്തെ ട്രിവാൻഡ്രത്തെയാണ്, അത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാസ്ക്, വീട് അവിടെ ഫുൾ പൊടി പിടിച്ചിരിക്കുക. അപ്പം മാസ്ക് വേണം അവിടെ ക്ലീൻ ചെയ്യാൻ കൂടെയാണ് പോകുന്നത്. അപ്പം മാസ്ക് മസ്റ്റാണ്, മാസ്കും ടിഷ്യൂസാണ്. പിന്നെ എൻ്റെ 2 പെന്നുണ്ട്, പിന്നെ ടർക്കീസ് ടവൽസ്, അതൊക്കെയാണ്. അത്രേ ഉള്ളൂ ഈ ഒരു ഇതിൽ. പിന്നെ നമുക്ക് മെയിൻ ഇതിൻ്റെ അകത്തോട്ട് പോകാം. ഇത് ഓക്കെ, ഇതിൻ്റെ അകത്ത് അംബർല. ഇത് ഞാൻ എന്താ നല്ല ക്യൂട്ട് അംബർലയാണ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ അംബർല. ഇത് പോപ്പിയുടെ. അപ്പോൾ ഇത് ഇവിടെ പള്ളിക്കത്തൊന്നും വെച്ചതാണ് ഇവിടുത്തെ കടയുടെ പേരെന്തായിരുന്നു? ഇത് പാഡ് ഒക്കെ ഇട്ട് വെച്ചിട്ട് കൊണ്ടുപോകുന്ന പൗച്ചാണ്. പിന്നെ എൻ്റെ മൊബൈൽ, വാലറ്റ്. ഓക്കെ, ഇത് ഇതിനകത്ത് ഓരോന്നും കാണും. പിന്നെ ആക്ച്വലി ഞാൻ ഒരു ബുക്ക് എടുക്കാമെന്ന് വെച്ചപ്പം മീഷോയിൽ നിന്ന് കിട്ടിയ കോപ്പി ബുക്സാണ് സെറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം അതിൽ വെയിറ്റ് കുറഞ്ഞൊരു ബുക്ക് എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ ഈ ഒരു ബുക്ക് വായിക്കാം, ചെറിയ ബുക്കാണ്, ഇത് വായിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഇതെടുത്തായിരുന്നു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇതെന്ന് വെച്ചാൽ എൻ്റെ മെഡിസിൻസ് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ഓരോ കുഞ്ഞു കുഞ്ഞു അസുഖങ്ങൾക്കൊക്കെ ആയിട്ട് ഉള്ള മെഡിസിൻസാണ് ഇതിൽ ഫുള്ളുള്ളത്. അപ്പം അതും പിന്നെ ടേക്കർ പാം, ഇത് മസ്റ്റാണ്. പിന്നെ ഇത്രയേ ഉള്ളൂ ഞാൻ പാക്ക് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ഇല്ല കേട്ടോ. ഇതാണ് ബാഗ്. അപ്പോൾ നമ്മൾ ലിങ്ക് പോയി നോക്കുക. പിന്നെ വേണമെങ്കിൽ ആ ബുക്സിൻ്റെ സെറ്റിനും ഞാൻ ടാഗ് ചെയ്ത് വെക്കാം. ഇതിൽ ടാഗ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, നോക്കാം. പിന്നെ നിങ്ങൾക്ക് ടാഗ് ചെയ്യാൻ മീഷോയിൽ നിന്ന് മേടിച്ചത് ഇതൊക്കെയാണ്. പിന്നെ ഞാൻ എടുക്കാമെന്ന് വെച്ച ഇതെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റീൽ, ഇതിൻ്റെ ഒന്നുമില്ല. ഇപ്പം ഇതിൽ ഞാൻ ഇഞ്ചി, മെഡിസിൻ കിറ്റിൽ നമുക്ക് ഉണ്ട്, മെഡിസിൻ ഉണ്ട്. പിന്നെ ഇതിൽ ഇഞ്ചി കട്ട് ചെയ്ത് ചെറിയ കുഞ്ഞു കുഞ്ഞു പീസാക്കി ഞാൻ എടുക്കാറുണ്ട്. പൊതുവേ അങ്ങനെ ദൂരെ യാത്രയ്ക്കാണെങ്കിൽ അങ്ങനെയുള്ള യാത്രകളിലെടുക്കും. എന്താ വെച്ചാൽ ഇതിൽ ഫുഡ്, നമ്മൾ ചില ഫുഡൊന്നും പിടിക്കത്തില്ല, ഗ്യാസ് ആസിഡിക് വരുന്നതുകൊണ്ടാണ് ഞാൻ ഇത് കഴിക്കും. ഇഞ്ചി കഴിക്കുമ്പോൾ എനിക്ക് കുറച്ച് ഒരു ഇതാണ്. അതായത് ഫ്രഷ് ജിഞ്ചർ കഴുകി വൃത്തിയാക്കി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഞാനിപ്പം കൊണ്ടുപോകും. ഫുൾ ഡേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പിന്നെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ നെക്സ്റ്റ് ഡേ 2-3 ദിവസത്തേക്കൊക്കെ ഇത് നിൽക്കും. അപ്പം ഇത് ഭയങ്കര ഒരു നല്ലതാണ്. എനിക്കിത് ഭയങ്കര നന്നായിട്ട് തോന്നിയ ഒരു കാര്യമാണ് ഇഞ്ചി കൊണ്ടുപോകുന്നത്. പിന്നെ മെഡിസിൻ ഉണ്ട്, നമുക്ക് എന്നും ഗ്യാസിൻ്റെ മെഡിസിൻസ് കഴിക്കാൻ. പാൻഡക്കൈൻ്റാണ്, അപ്പം പാൻഡക്കൈൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ അത് വേണ്ട, അത് അത്രയ്ക്കും വയ്യാതെ വന്നാൽ മാത്രമേ ഞാൻ അത് കഴിക്കത്തുള്ളൂ, എങ്കിൽ ഇഞ്ചിയാണ് കഴിക്കുന്നത്. പിന്നെ എൻ്റെ ചിലപ്പം ഒപ്റ്റിക്കൽ ബോക്സ്, കണ്ണാടി പെട്ടി എടുക്കും. പിന്നെ എൻ്റെ മെഡിസിൻസിന് തന്നെ കൂട്ടത്തിൽ വരുന്നത് ഇതെടുക്കും. പിന്നെ ഞാൻ ഈയിടെ മേടിച്ചതാണ് 3 സെറ്റ് ബോട്ടിൽ ഉണ്ട്. അപ്പം ഈ ഒരു ഇത് ഞാൻ വെള്ളം കുടിക്കുന്ന കുറവാണ്, അപ്പോൾ ഞാനപ്പോൾ ഈ ഒരു ബോട്ടിൽ എടുക്കാമെന്ന് വെച്ചിരുന്നു. ഇതിൻ്റെ വീഡിയോ ഞാൻ ചിലപ്പം ഇത് കഴിഞ്ഞിട്ടായിരിക്കും, അതിന് മുമ്പേ ഞാൻ ഇട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതും ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ബൈ.